പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം: സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ, ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തേക്ക് ഇറങ്ങുവിൻ, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം. അതൊരു വലിയൊരു ആത്മീയ സന്തോഷമാണ്. ഹൃദയത്തിൽ സന്തോഷമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുകാരാകാൻ പറ്റുകയുള്ളൂ. ഹൃദയത്തിൽ വെറുപ്പും അഹങ്കാരവും നിഷേധ മനോഭാവവും അസൂയയും ഒക്കെയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുകാരാകാൻ പറ്റത്തില്ല. മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ മാറി നിന്ന് പല്ലിറുമുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിരുമുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റാതെ വരുന്നത്? അവരുടെ സന്തോഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അസൂയയുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനിപ്പിക്കപ്പെട്ട അവസ്ഥ കാണും, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള അവസ്ഥ കാണും, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരുപക്ഷെ പറയും, മറ്റുള്ളവരെന്നെ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും കിട്ടുന്നില്ല, കുടുംബത്തിൽ നിന്നും എനിക്കത് കിട്ടിയിട്ടില്ല, ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വളർന്നത്, അതിൻ്റെ പേരിലുള്ള വിഷമമാണ്. മറ്റുള്ളവരൊക്കെ സന്തോഷിക്കുന്ന കാണുമ്പോൾ എനിക്കതിനകത്ത് കൂട്ടുകൂടാനോ പങ്കാളികളാകാനോ പറ്റുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, മദ്യപിച്ച് സന്തോഷിക്കുന്നവരുടെ കൂടെ പോയി മദ്യം കഴിച്ച് സന്തോഷിക്കണമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല ഞാൻ. ഒരുപക്ഷെ എന്നാൽ മദ്യം കഴിച്ച് 4 കാലയിൽ സന്തോഷിച്ച് പോകുന്ന മദ്യപന്മാരുമുണ്ട്. എന്നാൽ അവരുടെ കൂടെ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളും മദ്യം കഴിച്ച് അവരുടെ കൂടെ 4 കാലം നടക്കണം, അവരോട് കൂടെ സന്തോഷിക്കണമെന്നല്ല. ഞാൻ ആത്മീയ സന്തോഷവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് സന്തോഷിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ, ചില അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരുടെ സന്തോഷമുണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ സന്തോഷിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ ഒത്തിരി തകർച്ചകളൊക്കെ വന്നപ്പോൾ ആ തകർച്ചകളിൽ നിന്നൊക്കെ കർത്താവ് അത്ഭുതകരമായ മോചനം കൊടുത്ത് വ്യക്തികളുണ്ട്, സന്തോഷിക്കുന്നവരുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സന്തോഷം ഉണ്ട്. ഇനി വേറെ ചിലരൊക്കെ ഉണ്ട്, ഇനി കുറേ കാശും സാമ്പത്തികമൊക്കെ ആയി കഴിയുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. അതാ കാശ് പോയി കഴിയുമ്പോൾ അവർ കരയാനും തുടങ്ങും. ഇനി അഥവാ സാമ്പത്തികം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ആ സാമ്പത്തികത്തെ ഓർത്ത് വല്ലവരും അടിച്ചുകൊണ്ട് പോകും, കള്ളന്മാർ വന്ന് കൊണ്ടുപോകുമോ എന്ന് കരുതി വിഷമിക്കാനും തുടങ്ങും. അപ്പോൾ സാമ്പത്തിക നേട്ടത്തിലുള്ള സന്തോഷത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആത്മീയ സന്തോഷം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവന് കിട്ടുന്ന വലിയൊരു മേഖലയാണ് ഒരു ആത്മീയ സന്തോഷം, ഒരു ആത്മീയ ഉണർവ്, ആത്മീയ സന്തോഷം. ആ ആത്മീയ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരോട് നമ്മൾ സന്തോഷിക്കണം. അപ്പോഴാണ് അവരിൽ നിന്നുള്ള ആ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒരു വ്യക്തി പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു തീക്കട്ട പോലെ ജ്വലിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി കരിക്കട്ടയാകുന്ന നമ്മൾ അവരോടുകൂടെ ചേർന്ന് ജ്വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും തീ പിടിക്കും. നമ്മുടെ ആ കരിക്കട്ട അവസ്ഥ നമ്മളിൽ നിന്ന് മാറ്റപ്പെടും. ഈ കരിക്കട്ട അവസ്ഥ ഒരുപക്ഷെ പാപത്തിൻ്റേതാകാം, രോഗത്തിൻ്റേതാകാം, തകർച്ചയുടേതാകാം, ദുരിതത്തിൻ്റേതാകാം, ഏതുമാകാം. ആ കരിക്കട്ട മാറി തീക്കട്ടയായി മാറ്റപ്പെടും. നമുക്ക് സന്തോഷിക്കാൻ പറ്റും ഇവിടെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭാമക്കളോട് പറയാണ്, സന്തോഷിക്കുന്നവരോട് മക്കളെ നിങ്ങൾ സന്തോഷിക്കുക. തുറന്നു പറയാണ്, കരയുന്നവരോടുകൂടെ കരയെ. പക്ഷേ കരയുന്നവരോടുകൂടെ നമ്മൾ കരയത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കാളിയാകണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥകളിൽ അവർ ദുഃഖിക്കുമ്പോൾ ആ ദുഃഖത്തിൽ നമ്മൾ പ്രിയ സഹോദരങ്ങളെ പങ്കാളികളാകണം. മറിച്ച് മാറി നിന്ന് അവരെ ഒറ്റപ്പെടുത്തി അവരെ കല്ലെറിയാൻ പോകരുതേ. ഇന്ന് മാറി നിന്ന് കല്ലെറിയുന്ന സ്വഭാവമുള്ളവരാണ് ഏറ്റവും കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാമൂഹ്യമായ പശ്ചാത്തലത്തിലുള്ള അനേകം വ്യക്തികളുടെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെ പറയാൻ എനിക്ക് പറ്റും. കല്ലേറിന് യാതൊരു കുറവുമില്ല.
അപ്പോൾ കരയുന്നവരോടുകൂടെ കരയണം എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന വ്യക്തികളുടെ വേദനയിൽ നമ്മൾ പങ്കാളികളാകണം. അതാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഇന്ന് അന്യോന്യം യോജിപ്പില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യാനിയെ കണ്ണെടുക്കുന്നിടത്ത് കാണാൻ പാടില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പാര വെച്ചുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനിക്കിട്ട പാര വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് യോജിപ്പോടെ പ്രവർത്തിക്കുവാനില്ല. അതും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് 100 കൂട്ടം 100 സഭകളും കൂട്ടങ്ങളുമായി മാറിപ്പോയതിൻ്റെ കാരണം ഈ പറയപ്പെട്ട യോജിപ്പോടെയുള്ള വർധനവില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തേക്ക് ഇറങ്ങണം. ഇല്ല, ഒരു കാരണവശാലും എളിയവരുടെ തലത്തേക്ക് ഇറങ്ങത്തില്ല. ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ. എനിക്കിവിടെ 10 ഏക്കർ സ്ഥലവും എൻ്റെ മക്കളൊക്കെ വിദേശത്ത് ജോലിയിലാണ്, ഗൾഫിൽ ജോലിയുള്ളതാണ്, അല്ലെങ്കിൽ UK ജോലിയുള്ളവരാണ്, ഇന്ന സ്ഥലത്ത് ജോലിയുള്ളവരാണ്. എനിക്കിവിടുത്തെ വലിയ കോടീശ്വരനാണ്, ഞാനിവിടുത്തെ വലിയ സമ്പന്നനാണ്, എനിക്കിവിടെ താഴെയുള്ള പാപങ്ങളുടെ ഒപ്പം ഇറങ്ങി വരാൻ എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു മനോഭാവമാണോ എൻ്റേത്? ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. അതുപോലെ തന്നെ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. ഇന്ന് പലരും ഞാൻ വലിയ പുള്ളിയാണ്, എനിക്കെല്ലാം കഴിവുണ്ട്, ഞാൻ വളരെ ബുദ്ധിമാനാണെന്നൊക്കെ നടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ബുദ്ധിമാൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോകുന്നത് അവൻ അറിയുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. അന്യോന്യം യോജിപ്പോടെ എനിക്ക് വർദ്ധിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു അയൽവാസിക്ക് സ്നേഹവും അംഗീകാരവും കരുണയും കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എളിയവരുടെ തലത്തിലേക്ക് എനിക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയണം, എളിയവരുടെ തലത്തേക്ക് ഇറങ്ങി വരണം. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ ഒരിക്കലും നടിക്കരുത്. എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള മനോഭാവം നമ്മളിൽ നിന്ന് മാറ്റണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവാൻ, കരയുന്നവരോടുകൂടെ കരയുവാൻ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവാനും, ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവാനും, ബുദ്ധിമാന്മാരാണെന്ന് നടിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ പുറത്ത് പോകരുതെന്നും അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അവിടുത്തെ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.